ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഖത്തറിലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല നമ്മുടെ ചൈനയിലൊക്കെ കണ്ടിട്ടുള്ള ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണെന്ന്. അതുപോലുള്ളൊരു ബ്രിഡ്ജല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ഏത് രീതിയിലാണ്. അത് കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് ഖത്തറിൽ ഇവർ ഗാർഡനും കാര്യങ്ങളൊക്കെ ഒരുക്കി നമുക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ വന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. കസാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാമിലി ആയിട്ട് വരാം. പ്രത്യേകിച്ച് ഇവിടേക്ക് പാസും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. അതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ മറ്റേ ഓഫാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ചൂടായതുകൊണ്ട് പറ്റിപ്പോയതാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ നല്ല വ്യൂവും ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് ഇതിലേക്ക്. മെയിനായിട്ട് ഫോട്ടോസ് എടുക്കാനും റീൽസ് ചെയ്യാനും ഒക്കെയാണ് കൂടുതലും പേര് ഇവിടേക്ക് വരാറ്. എടാ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അടിയിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റപ്പ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് മെയിനായിട്ടുള്ള ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഗ്ലാസ് ഏരിയ എന്ന് പറയുമ്പോൾ അല്ല കണ്ടില്ലേ, അവിടെ നോക്കിയാൽ നമുക്ക് താഴത്തേക്ക് കാണാം, പക്ഷേ ക്യാമറ വഴി നോക്കിക്കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. ജസ്റ്റ് 2 ഗ്ലാസ് ഇട്ടതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അത്ര ക്ലിയർ അല്ല. എന്നാലും നല്ല ഭംഗിയായിട്ട് കാണാം. അതല്ലേ നല്ല വ്യൂ പോയിൻ്റൊക്കെയാണ്. ഇവിടെ നിന്ന് വന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഇവിടെ ഒരു ക്യാൻറ്റീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്, പക്ഷേ ക്യാൻറ്റീനൊന്നും കൊടുത്തിട്ടില്ല. കാരണം ക്യാൻറ്റീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആകെ വൃത്തികേടാക്കും. കുടിച്ച് കഴിഞ്ഞ് ഗ്ലാസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോകും, പിന്നെ കൂടുതലും വെള്ളത്തേക്ക് ഇട്ടിട്ട് പോകും. അത് തന്നെ ഒരു പണിയായിരിക്കും പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ പിന്നെ ഈ ഡസ്റ്റ് കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ക്ലീൻ ചെയ്ത് ഫുള്ള് ഇതിനിപ്പോൾ നാളെ കഴിഞ്ഞ് ഭയങ്കര ആക്റ്റീവായിരിക്കും ഈ ഭാഗത്ത്. കണ്ടില്ലേ എന്തും. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇതൊന്നും മാത്രമല്ല കേട്ടോ, ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ 2 ഭാഗമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നൈറ്റൊക്കെ ആവുന്ന സമയത്ത് കണ്ടില്ലേ ഇതിൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടില്ലേ, അതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്